my dears, welcome to ACS online class. Our textbook chapter Jugs and Mugs. Chapter 7 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. Textbook page number 74. My litter bottle. Have you seen a 1 liter water bottle? 1 liter water bottle നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 1 ലിറ്ററിന്റെ Sprite 7 അങ്ങനെയുള്ള കുപ്പികളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? Collect a 1 liter bottle and some other small bottles. This how many times you have to pour from each of the small bottles to fill the liter bottle. എന്താണ് 1 ലിറ്ററിന്റെ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ 1 ലിറ്ററിന്റെ ഒരു കുപ്പി നിങ്ങൾ എടുത്തു വെക്കുക. ഓക്കെ, 7-Upന്റെയോ അങ്ങനെ എന്തെങ്കിലും കുപ്പി കാണും വീട്ടില്, ആ ഒരു കുപ്പി എടുത്തു വെക്കുക. എന്നിട്ടോ ആ 1 ലിറ്ററിന്റെ കുപ്പിയുടെ വലുപ്പം ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലാവും അല്ലെ? ആ കുപ്പിയുടെ ലേബിളില് 1 ലിറ്റർ എന്ന് കാണും. ഓക്കെ, ഇനി അതിനെക്കാട്ടിയും ചെറിയ മറ്റൊരു കുപ്പിയും കൂടെ എടുക്കുക. ഈ 1 ലിറ്റർ കുപ്പിയെക്കാട്ടിയും ചെറുതായിട്ടുള്ള മറ്റൊരു കുപ്പിയും കൂടെ എടുത്തു വെക്കാം. ഓക്കെ, ഒരു 500ന്റെയോ അല്ലെങ്കിൽ 200 ml ഒരു കുപ്പി മറ്റൊരു കുപ്പി എടുത്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചെറിയ കുപ്പി നിറയ്ക്കുക, വെള്ളം നിറച്ചിട്ട് ഈ 1 ലിറ്ററിന്റെ കുപ്പിയിലോട്ട് ഒഴിക്കുക. ഓക്കെ, അങ്ങനെ എത്ര പ്രാവശ്യം ആ ചെറിയ കുപ്പി ഒഴിച്ചാലാണ് ആ 1 ലിറ്റർ ബോട്ടിൽ നിറയുന്നത് എന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ് 200 ml ഒരു ചെറിയ കുപ്പിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 200 ml കുപ്പി 5 പ്രാവശ്യം നിറച്ച് ആ 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചാൽ മാത്രമേ 1 ലിറ്റർ ബോട്ടിൽ നിറയത്തുള്ളൂ അല്ലെ? നേരെ മറിച്ച് ഇപ്പോൾ 1 ലിറ്റർ ബോട്ടിൽ ആ ഒരു ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടി നിങ്ങൾ 500 ml ഒരു കുപ്പിയാണ് എടുക്കുന്നതെങ്കിലോ ആ 500 ml കുപ്പി വെള്ളം നിറച്ച് 2 വട്ടം ഒഴിച്ചാൽ മതി. 2 പ്രാവശ്യം വെള്ളം നിറച്ച് ഒഴിക്കുമ്പോൾ എന്താണ് ആ 1 ലിറ്റർ കുപ്പി നിറയും അല്ലെ? അപ്പൊ 500 ആണെങ്കിൽ 2 പ്രാവശ്യം ഒഴിച്ചാൽ മതി. 200 ml ചെറിയ മറ്റൊരു ചെറിയ കുപ്പിയാണ് നിങ്ങൾ 1 ലിറ്റർ ബോട്ടിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ 5 വട്ടം ആ 200 ml കുപ്പി ഉപയോഗിച്ച് വെള്ളം നിറച്ച് 1 ലിറ്റർ ബോട്ടിൽ ഒഴിക്കേണ്ടി വരും അല്ലെ? ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? Check if your guess is correct and fill the table. Okay, അപ്പോൾ നിങ്ങളുടെ എന്താണ് ഏകദേശം നിങ്ങളുടെ ഊഹം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണ് അല്ലെ? നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഒരു കുപ്പികൾ എടുക്കുക, ഒരു ചെറിയ കുപ്പി എടുക്കുക, ഒരു ബോട്ടിൽ 1 എന്ന് പേര് കൊടുക്കുക. ആ ഒരു കുപ്പിയിൽ ഏകദേശം എത്ര ml എന്താണ് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ എത്ര ml കൊള്ളും എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെറിയ കുപ്പി എടുത്ത് എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് അതിനകത്തൊരു 200 ml സാധനങ്ങൾ കൊള്ളും അല്ലെങ്കിൽ വെള്ളം കൊള്ളും എന്ന് ഒന്ന് കണക്ക് മനസ്സിലോർക്കുക. എന്നിട്ട് അവിടെ മൈ ഗസ് എന്ന് കിടക്കുന്നിടത്ത് 200 ml അല്ലെ 200 ml എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കുപ്പിയുടെ ലേബിൾ ചെക്ക് ചെയ്യുക. ആ കുപ്പിയുടെ ലേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കുപ്പിയുടെ ലേബിളിൽ എന്താണ് 215 ml എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഏകദേശം എന്താണ് നിങ്ങൾ ഗസ് ചെയ്തതുകൊണ്ട് ഏകദേശം അത് അടുത്ത് വരുന്നുണ്ട് അല്ലെ? നമ്പേഴ്സ് തമ്മിൽ അടുത്ത് വരുന്നുണ്ട്. ഇനി ബോട്ടിൽ 2, ഇനി മറ്റൊരു ചെറിയ കുപ്പി എടുത്ത് നോക്കിയേ. അത് എന്താണ് ചെറുതോ വലുതോ കുപ്പി എടുത്ത് നോക്കിയേ. 1 ലിറ്റർ നിങ്ങൾ ഓർക്കും എന്താണ് 1 ലിറ്റർ ഇന്നത്തെ ഏകദേശം 1 ലിറ്റർ വെള്ളം കൊള്ളുമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് മൈ ഗസ് ഇന്റെ അവിടെ 1 ലിറ്റർ എഴുതുക. എന്നിട്ട് വേണം ആ കുപ്പി എടുത്ത് നോക്കാൻ. കുപ്പിയുടെ ലേബിളിൽ കാണും 1.2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ എന്ന് കാണും. അത് കൃത്യമായി മൈ മെഷർ ഓക്കെ അവിടെ ആ ബോക്സ് ഫിൽ ചെയ്യുക, ആ ബോക്സിൽ എഴുതി കൊടുക്കുക. ഇനി ബോട്ടിൽ 3 ഇനി എന്താണ് കുറച്ചൊരു വലിയ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കുപ്പി ചെറുതാവാം വലുതാവാം ഏകദേശം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കണക്കും ആ കുപ്പിയിലുള്ള കണക്കും അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ബോട്ടിൽ 3 എടുത്ത് നോക്കുക. എന്താണ് ഒരു 500 ml കുപ്പിയാണെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുകയാണെങ്കിൽ ഒരു 500 ml വെള്ളം കൊള്ളുമായിരിക്കും എന്നൊന്ന് ഗസ് ചെയ്യുക. ആ ഗസ്സിന്റെ അവിടെ 500 ml എഴുതുക. ഇനി ആ ലേബിള് വായിച്ചു നോക്കുക, കൃത്യമായ അളവ് എഴുതുക. ഓക്കെ, ഇനി 2 ലിറ്ററിന്റെ കുപ്പി എടുത്ത് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഗസ് നിങ്ങൾ നിങ്ങളെന്നെ ആലോചിക്കുകയാണ് 2 ലിറ്റർ വെള്ളം ഏകദേശം ഈ കുപ്പിയിൽ വലിയ കുപ്പിയിലേ കൊള്ളും. അങ്ങനെയെങ്കിൽ മൈ ഗസ്സിന് അവിടെ 2 ലിറ്റർ എന്ന് എഴുതുക. ഇനി ആ കുപ്പിയുടെ ലേബിൾ നോക്കുക എത്രയാണ് 2 ലിറ്റർ തന്നെയാണെങ്കിൽ ആ മൈ മെഷറിന്റെ അവിടെ 2 ലിറ്റർ എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ ആ ടേബിൾ ഫിൽ ചെയ്യുക. ലുക്ക് വാട്ട് ആദിത്യൻ ഈസ് സെയിങ്. എന്താണ് ആദിത്യൻ പറയുന്നത്? I bought 2 small bottles of water to fill this 1 liter bottle. നിങ്ങൾ മിസ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ആണ്. ആദ്യത്തെ ചെയ്ത് നോക്കുകയാണ്.
ആദ്യത്തിന് ഒരു കുഞ്ഞു കുപ്പി എടുത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഒരു വലിയ ലിറ്റർ, ഒരു 1 ലിറ്റർ ഒരു കുപ്പിയും എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്ററിന്റെ ഒരു കുപ്പിയുണ്ട്, ഒരു കുഞ്ഞു കുപ്പിയുണ്ട്. ആ കുഞ്ഞു കുപ്പിയുടെ അളവ് എത്രയാണെന്ന് ആദ്യത്തിന് അറിയത്തില്ല. എന്താണ് ആ കുഞ്ഞു കുപ്പിയിലെ വെള്ളം നിറച്ചിട്ട് ഈ 1 ലിറ്റർ കുപ്പിയിലോട്ട് എന്താണ് ആദ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 വട്ടം ഒഴിച്ചപ്പോഴാണ് ആ 1 ലിറ്റർ ബോട്ടിൽ എന്താണ് നിറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഡസ് ഹിസ് സ്മോൾ ബോട്ടിൽ ഹോൾഡ്? അങ്ങനെയെങ്കിൽ ആ കുഞ്ഞു കുപ്പിയിൽ എത്ര ml വെള്ളം കൊള്ളുന്ന കുപ്പിയായിരുന്നു അത്? നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ് അല്ലെ. അപ്പൊ 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ആ 1000 ml ആ കുഞ്ഞു കുപ്പിയില് വെള്ളം കളക്ട് ചെയ്ത് 2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ആ 1000 ml ഫില്ലായത്. 1 ലിറ്റർ ബോട്ടിൽ അല്ലെങ്കിൽ 1000 ml ബോട്ടിൽ ഫില്ലായത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞു കുപ്പിയുടെ അളവ് എന്തായിരിക്കും? 1000 ഡിവൈഡ് ബൈ 2 എന്താണ് 500 ml. അവിടെ എഴുതിക്കുക എല്ലാവരും 500 ml. ഓക്കെ, ഇപ്പൊ കുഞ്ഞു കുപ്പി ആദ്യത്തിന് എടുത്ത നിറയ്ക്കാൻ ഉപയോഗിച്ച ആ കുഞ്ഞു കുപ്പിയുടെ അളവ് എന്താണ്? 500 ml. ഇനി അടുത്ത ലീല. To fill the 1 liter bottle, I need to pour water 5 times from my small bottle. ഇനി ലീലയുടെ കയ്യിൽ ഒരു 1 ലിറ്റർ ബോട്ടിലുണ്ട്, ഒരു കുഞ്ഞു കുപ്പിയുണ്ട്. ഓക്കെ, 1 ലിറ്റർ ബോട്ടിലാണ് ലീലയ്ക്ക് അറിയാം, വലിയ കുപ്പി 1 ലിറ്റർ ആണ് ലീലയ്ക്ക് അറിയാം. പക്ഷെ ആ കുഞ്ഞു കുപ്പി എത്രയാണെന്ന് ലീലയ്ക്ക് അറിയത്തില്ല. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ലീല എന്ത് ചെയ്തു? ആ കുഞ്ഞു കുപ്പിയിലെ വെള്ളം നിറച്ചിട്ട് ഈ 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒഴിച്ച് 5 വട്ടം ഒഴിച്ചപ്പോഴാണ് ആ 1 ലിറ്റർ ബോട്ടിൽ നിറഞ്ഞത് അല്ലെ. 1 ലിറ്റർ ബോട്ടിൽ നിറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞു കുപ്പിയുടെ അളവ് എന്തായിരിക്കും? Then how much water does Leela's bottle hold? Okay, ലീലയുടെ കയ്യിലുള്ള ആ കുഞ്ഞു ബോട്ടിൽ എത്ര ml അളവുള്ള കുപ്പിയായിരിക്കണം? 5 വട്ടം നിറയ്ക്കേണ്ട വന്നില്ലേ? അപ്പോൾ 1 ലിറ്റർ ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടി 1000 ml ബോട്ടിൽ നിറയ്ക്കാൻ വേണ്ടി 5 പ്രാവശ്യം ലീല കുഞ്ഞു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഒഴിക്കേണ്ട വന്നല്ലേ. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കി. 5 പ്രാവശ്യം നിറയ്ക്കേണ്ട വന്നില്ലേ? ടോട്ടൽ 1000 ml നിറയ്ക്കാൻ. അപ്പൊ എന്ത് കിട്ടി? 200 ml എന്ന് കിട്ടി. അപ്പൊ ലീലയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു കുപ്പിയുടെ അളവ് എന്താണ്? 200 ml ആണ്. അവിടെ എഴുതിക്കുക എല്ലാവരും 200 ml. ഓക്കെ, ഇനി രാമുസ് മെഷറിംഗ് ബോട്ടിൽ. രാമു got an empty 250 ml coconut oil bottle. രാമുവിന്റെ കയ്യിൽ ഒരു ഒഴിഞ്ഞ വെളിച്ചെണ്ണയുടെ 250 ml ഒരു കുഞ്ഞു കുപ്പി കിട്ടി. ഓക്കെ, കുഞ്ഞു കുപ്പി എന്താണ്? 250 ml ആണ് അല്ലെ. അടുത്ത് വെളിച്ചെണ്ണ ഒന്നുമില്ല, empty ആണ്. ഓക്കെ, look at the picture and discuss what he did to make his big measuring bottle. പിന്നെയോ ഒരു വലിയ ബോട്ടിലും രാമുവിന്റെ കയ്യിലുണ്ട്. ഓക്കെ, 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ 1 ലിറ്ററിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ബോട്ടിലും ഉണ്ട്. പിന്നെ ഒരു 250 ml ഒരു കുഞ്ഞു ബോട്ടിലും കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? രാമു എന്ത് ചെയ്തു? 250 ml ബോട്ടിൽ എടുത്ത് വെള്ളം നിറച്ച് ഈ 1 ലിറ്റർ ബോട്ടിൽ നിറച്ചു കൊടുത്തു. ഈ 1 ലിറ്റർ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ്? അപ്പൊ ആദ്യം 250 ml കുഞ്ഞു ബോട്ടിൽ നിറച്ച് ഈ 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തില്ലേ. ആ 1 ലിറ്റർ ബോട്ടിൽ ഇപ്പൊ എത്ര വെള്ളമായി? 250 ml ആയി അല്ലെ. ആ കുഞ്ഞു കുപ്പിയിലെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്നുമില്ലായിരുന്നു. ആദ്യം ആ 1 ലിറ്റർ ബോട്ടിൽ വെള്ളമൊന്നും ഇല്ലായിരുന്നു. 250 ml ആ ഒരു ബോട്ടിലെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ വലിയ കുപ്പിയിൽ 250 വെള്ളം ആയില്ലേ. ആ 250 ml ആ വാട്ടർ ലെവൽ എന്ത് ചെയ്തു? ഒരു പേന വെച്ച് ഇങ്ങനെ ഒരു വര വെച്ച് മാർക്ക് ചെയ്ത് 250 ml എന്ന് എഴുതി. ഇനി രണ്ടാമതായിട്ട് പിന്നെയും ആ സെയിം 250 ml കുപ്പി പിന്നീട് വെള്ളം നിറച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പ് വെള്ളം ആ 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ എന്തായി? ടോട്ടൽ 250 പ്ലസ് 250 500 ml എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ വാട്ടർ ലെവലിന്റെ അവിടെ ഒരു പേന വെച്ച് മാർക്ക് ചെയ്ത് 500 ml എന്ന് എഴുതി. ഇനി മൂന്നാമതായിട്ട് ആ 250 ml പിന്നെയും നിറച്ച് ഈ 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴോ 500 പ്ലസ് 250 എന്താണ്? 750 ആണ്. അപ്പൊ 750 ml അളവിലുള്ള വെള്ളം ആ 1 ലിറ്റർ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 750 എന്ന് രേഖപ്പെടുത്തി. ആ ബോട്ടിൽ ലെവലിന്റെ ആ വെള്ളം എവിടം വരെ വന്ന് നിൽക്കുന്നു അവിടെ ഒരു പേന വെച്ച് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് 750 ml എന്ന് എഴുതി. ഇനിയും 250 ml ബോട്ടിൽ ആ കുഞ്ഞു കുപ്പിയിൽ നിറച്ചിട്ട് എന്ത് ചെയ്തു? 1 ലിറ്റർ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോഴോ എന്നിട്ട് എന്തായി? ഇപ്പം വെള്ളം കംപ്ലീറ്റ് ആ ബോട്ടില് 1 ലിറ്റർ ആയിട്ടുണ്ട് അല്ലെ. 4 പ്രാവശ്യം 250 ഒഴിച്ചു കൊടുത്തപ്പോൾ ആ ബോട്ടിലെ വെള്ളം, വലിയ കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആയിട്ടുണ്ട്.
1 ലിറ്റർ എന്ന് ആ കുപ്പിയിൽ ആ വെള്ളത്തിന്റെ അളവനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ആ കുപ്പി എന്താണ് ഒരു മെഷറിംഗ് ജാറാക്കി മാറ്റി അല്ലെ. 250 ml രേഖപ്പെടുത്തി, 500 ml രേഖപ്പെടുത്തി, 750 ml രേഖപ്പെടുത്തി, 1 ലിറ്ററിന്റെ അളവും രേഖപ്പെടുത്തി. നമ്മൾ സാധാരണ ഒരു കുപ്പി 1 ലിറ്ററിന്റെ ഒരു കുപ്പി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിലൊന്നും ചിലപ്പോൾ അളവുകൾ കാണത്തില്ല അല്ലെ. ശരിയല്ലേ, നമുക്ക് 1 ലിറ്റർ എത്രയുണ്ടോ അത്രയും ലിറ്ററുള്ള സാധനം, അല്ലെങ്കിൽ 250 ml ഇത്രയുണ്ട്, 500 ml ഇത്രയുണ്ട്, 750 ഇത്രയുണ്ടെന്നൊന്നും ആ കുപ്പിയിൽ രേഖപ്പെടുത്തി കാണത്തില്ലല്ലോ. ഇവിടെ നമ്മുടെ ആരാണ് രാമു എന്ത് ചെയ്തു, ഇതെല്ലാം ആ ഒരൊറ്റ കുപ്പിയിൽ, രാമുവിന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു വലിയ കുപ്പിയിൽ ഈ അളവുകളെല്ലാം മാർക്ക് ചെയ്തു. ഒരു മെഷറിംഗ് ജാറാക്കി അല്ലെ, നമുക്ക് അളക്കാൻ ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു മെഷറിംഗ് ജാറാക്കി. നമുക്കിപ്പോ ആ കുപ്പിക്കകത്ത്, വലിയ കുപ്പിക്കകത്ത് 250 അളക്കാം, 500 അളക്കാം, 750 അളക്കാം, 1 ലിറ്റർ വരെ അളക്കാം. ഓക്കെ, പെട്ടെന്ന് ആ കുപ്പിയിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു 500 ml വെള്ളം എടുക്കാൻ പറഞ്ഞാൽ എന്താണ്, കുപ്പിയിൽ ആ മാർക്ക് ചെയ്ത ഭാഗം അല്ലെ, അവിടം വരെ വെള്ളം നിറച്ച് 500 ml അല്ലെ, 500 വരെ ആ നമ്പർ എഴുതി മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഭാഗം വരെ വെള്ളം നിറച്ച് 500 ml വെള്ളം എടുത്തു എന്ന് പറയാൻ സാധിക്കും അല്ലെ. ഓക്കെ, my measuring bottle, find your own way to make a bottle which can measure 200 ml, 400 ml, 600 ml, 800 ml, 1 liter. ഓക്കെ, നിങ്ങൾ ഇതിൽ വലിയൊരു കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു 1 ലിറ്ററിന്റെ ഒരു കുപ്പി എടുക്കുക, എന്നിട്ടോ 200 ലിറ്ററിന്റെ മറ്റൊരു കുപ്പി എടുക്കുക, എന്നിട്ട് 200 ലിറ്ററിന്റെ ആ കുഞ്ഞു കുപ്പി വെള്ളം നിറച്ചിട്ട് 1 ലിറ്റർ ബോക്സ് 1 ലിറ്റർ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യത്തെ 200 ml എന്ന് മാർക്ക് ചെയ്യുക. രണ്ടാമത് പിന്നീടും 200 ml ആ കുഞ്ഞു കുപ്പി വെള്ളം നിറച്ചിട്ട് പിന്നീടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴോ 400 ml ആയി. ആ 400 ml മാർക്ക് ചെയ്യുക. മൂന്നാമത് ഒഴിക്കുക, അപ്പോൾ 600 ml ആയി. പിന്നെ അത് ഒഴിക്കുമ്പോൾ 800 ml ആയി. ലാസ്റ്റ് അഞ്ചാമത്തെ വട്ടം ഒഴിക്കുമ്പോൾ കറക്റ്റ് 1 ലിറ്റർ അളവിനുള്ള വെള്ളം ആ വലിയ കുപ്പിയിൽ കിട്ടും അല്ലെ. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ടൊരു മെഷറിംഗ് ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗസ് ആൻഡ് ചെക്ക്. Look at the buckets, mugs, glasses and other things in your house. Guess how much water can each hold. Check if your guess is right by using your measuring bottle. എന്താണ്, നിങ്ങൾ വീട്ടിലുള്ള മഗ്ഗും ഗ്ലാസും പോട്ടും മറ്റു പാത്രങ്ങളെല്ലാം എടുത്തിട്ട് നിങ്ങൾ ഏകദേശം ആ പാത്രങ്ങൾ കണ്ടിട്ട് ഏകദേശം എത്ര ml വെള്ളം ആ പാത്രത്തിൽ കൊള്ളും എന്ന് മനസ്സിൽ ഗസ് ചെയ്യുക. ഓക്കെ, നേരത്തെ മിസ് ബോട്ടിൽ എടുത്ത് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള പാത്രങ്ങൾ എടുക്കുക, എന്നിട്ട് അത് ഗസ് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റ് എത്ര മെഷർ ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായി അളവ് നോക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഗ്, വീട്ടിലൊരു മഗ് എടുത്ത് നോക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ഒരു ഊഹം ചിന്തിച്ചു നോക്കണം, എത്ര ml വെള്ളം കൊള്ളുമായിരിക്കും. ഒരു 500 ml വെള്ളം കൊള്ളും നിങ്ങളുടെ മനസ്സ് പറയുകയാണെങ്കിൽ മൈ ഗസ്സിന്റെ അവിടെ 500 ml എന്ന് എഴുതുക. ഓക്കെ, ഇനി മൈ മെഷർ, ഇനി നിങ്ങൾ ആ 500 ml വെള്ളം തന്നെയാണോ ആ മഗ്ഗിൽ കൊള്ളുന്നതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, 500 ml ഒരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഈ മഗ്ഗ് നിറയെ വെള്ളം നിറയുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ മെഷർ, നിങ്ങളുടെ ഗസ് കറക്റ്റ് ആണെങ്കിൽ അവിടെ അത് തന്നെ എഴുതുക. അല്ലെങ്കിൽ 500 ml 2 കുപ്പി ഏകദേശം നിറക്കേണ്ട വന്നാലോ, ഈ മെഷറിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെഷറിംഗ് ബോട്ടിൽ ഉപയോഗിച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ 200ഉം 500ഉം 750 1 ലിറ്ററും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ, രാമോശിക്കുന്ന ഈ മെഷറിംഗ് ബോട്ടിൽ പിന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഈ 200 ml ഒരു മെഷറിംഗ് ബോട്ടിലെല്ലാം ക്രിയേറ്റ് ചെയ്താൽ ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച ആ മഗ്ഗിൽ എത്ര വെള്ളം കൊള്ളും. ഓക്കെ, നിങ്ങൾ ആ 500 ml ആ കുഞ്ഞു കുപ്പിയിൽ നിറയെ വെള്ളം നിറച്ചിട്ട് ഈ മഗ്ഗിൽ ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മഗ്ഗിന്റെ അളവിൽ നിൽക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ടും 500 ml തന്നെയാണ്. നേരെ മറിച്ച് എന്താണ്, 500 ml ഒഴിച്ചിട്ട് ആ മഗ്ഗിൽ വെള്ളം ഒരുപാട് ഒലിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, 500 ml അത്രയും വെള്ളം കൊള്ളത്തില്ല ആ മഗ്ഗിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 450 അല്ലെങ്കിൽ 400 എഴുതുക. അല്ലെങ്കിൽ 500 ml ഒഴിച്ചിട്ട് നിങ്ങൾ ഗസ് ചെയ്ത് ആ 500 ml കുപ്പി നിറച്ച് ഈ മഗ്ഗിൽ ഒഴിച്ചിട്ട് ഇനിയും വെള്ളം നിറയാൻ ആ മഗ്ഗിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഏകദേശം എത്രയുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ 750 ml 600 ml എന്ന് എഴുതുക. കൃത്യമായി മെഷർ ചെയ്ത് എഴുതിയാൽ അത്രയും ഉപകാരം. ഇനി ഗ്ലാസ് നിങ്ങൾ ഏകദേശം ഒരു ഗ്ലാസ്, വീട്ടിലൊരു കപ്പ് ഒരു ഗ്ലാസ് എടുത്ത് നോക്കുക. നിങ്ങളുടെ മനസ്സിലെ കണക്കനുസരിച്ച് ഇതിനകത്തൊരു 200 ml 200 ml കൊള്ളും എന്ന് വിചാരിക്കാം. 200 ml ഒരു കുഞ്ഞു കുപ്പി എടുക്കുക, നിറയ്ക്കുക, ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് നോക്കുക. എന്നാൽ 200 ml കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്ത് കൃത്യമായ അളവ് അവിടെ എഴുതുക. ഈ പോട്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു കുടം
ഓക്കെ, മിസ് പറയുന്ന ഏകദേശം ഒരു കുഞ്ഞു കുടം 900 ml, ഒരു ലിറ്റർ പോലും ഇല്ല, ഒരു കുഞ്ഞു കുടം 900 ml. അങ്ങനെയെങ്കിൽ എന്താണ്, ഒരു 1 ലിറ്റർ ബോട്ടിൽ എടുക്കുക, അത് ഒഴിച്ച് നോക്കുക. അപ്പോൾ 1 ലിറ്റർ ഏകദേശം ആ കുടത്തിൽ കൊള്ളുവാണെങ്കിൽ അവിടെ മൈ മെഷർ അവിടെ 1 ലിറ്റർ എഴുതുക. ഇനി വീട്ടിലെ ബക്കറ്റ് എടുക്കാം, കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ഈ 3 ആക്ടിവിറ്റി ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. കണ്ടില്ലേ, അവിടെ രാമുവും ലീലയും വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം അളക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ബോട്ടിൽ ലെസ് ദാൻ 750 ml. കണ്ടു, രാമുവിന്റെ കയ്യിലുള്ള ആ ഒരു ബോട്ടിൽ 750 ml-നെക്കാട്ടിയും ചെറുതായിരിക്കും എന്ന് രാമു ഗസ് ചെയ്യാണ്. ലീലയോ, ഐ തിങ്ക് ദിസ് ക്യാൻ ക്യാരി ബിറ്റ്വീൻ 250 ml ആൻഡ് 500 ml. ആ ക്യാൻ, ലീലയുടെ കയ്യിലുള്ള ആ ക്യാൻ 250 ml-നെക്കാട്ടിയും 500 ml ഇടയിൽ വരുന്ന ഒരു അളവായിരിക്കും എന്ന് ലീലയും ഒന്ന് ഗസ് ചെയ്യാണ്. ഇനി നീതു ഇൻ ഹോസ്പിറ്റൽ. നീതു എന്ന കുട്ടി ഹോസ്പിറ്റലാണ്. നീതു ഹാസ് ടു ടേക്ക് 3 injections in a day for 5 days. ഒരു ദിവസം നീതുവിന് 3 ഇഞ്ചക്ഷൻ വേണം. അങ്ങനെ ടോട്ടൽ 5 ദിവസം ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നീതുവിന് വല്ലാത്ത അസുഖമാണല്ലേ, പനിയായിരിക്കും. ഡോക്ടർ എന്താ പറയുന്നത്, 1 injection gives 5 ml of medicine to your body. ഒരു ഇഞ്ചക്ഷനിൽ നിന്ന് 5 ml മെഡിസിൻ ആണ്, 5 ml മെഡിസിൻ ആണ് നീതുവിന്റെ ബോഡിയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ നീതു പറയും, ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ഇഞ്ചക്ഷൻസ്. എനിക്ക് ഇഞ്ചക്ഷൻസ് ഒന്നും പേടിയില്ല. നീതു കരയാതെ സ്മാർട്ടായിട്ട് ഇരിക്കുകയാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. നിങ്ങൾ കരയാറുണ്ടോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ? എനിക്ക് ചോദ്യം ഇതാണ്, ഹൗ മച്ച് മെഡിസിൻ വിൽ ഷീ നീഡ് ഫോർ 1 day? അങ്ങനെയെങ്കിൽ എത്ര ml മെഡിസിൻ ആണ് നീതുവിന് ഒരു ദിവസത്തേക്ക് ആവശ്യം? നമുക്കറിയാം, ഒരു ദിവസം 3 വട്ടം ഇഞ്ചക്ഷൻ എടുക്കണം അല്ലെ. ഒരു പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചക്ഷന്റെ അളവ് എത്രയാണ്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 5 ml. അപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ എത്ര ml മെഡിസിൻ നീതുവിന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും? എല്ലാവരും എഴുതിക്ക്, 5 × 3 എന്താണ് 15 ml അല്ലെ. ഒരു ദിവസം 3 പ്രാവശ്യം, ഒരു ദിവസം എന്താണ് 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു പ്രാവശ്യം 5 ml ആണ്. അപ്പോൾ 3 പ്രാവശ്യം ഒരു ദിവസം എടുക്കണമെങ്കിലോ 5 × 3, 5 + 5 + 5, രാവിലെ ഉച്ചക്ക് വൈകിട്ട് അല്ലെ. അപ്പോൾ എന്താണ് 15 ml ആണ് ഒരു ദിവസം നീതുവിന്റെ ശരീരത്തിൽ കയറുന്നത് അല്ലെ. ഹൗ മച്ച് മെഡിസിൻ ഇൻ ഓൾ ഫോർ 5 days? അപ്പോൾ ഒരു ദിവസം 3 പ്രാവശ്യം, അപ്പോൾ ഒരു ദിവസം എന്താണ് 15 ml കയറും അല്ലെ. 3 പ്രാവശ്യമായിട്ട് 15 ml കയറും. അങ്ങനെയെങ്കിൽ 5 ദിവസം എത്ര മെഡിസിൻസ് കയറുമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു ദിവസം 15 ml ആണെങ്കിൽ 5 ദിവസമോ 15 + 15 + 15 + 15 + 15 5 പ്രാവശ്യം കൂട്ടുക, അല്ലെങ്കിൽ 15 × 5 എന്താണ് 75 ml. അപ്പൊ 5 ദിവസമായിട്ട് 75 ml മെഡിസിൻസ് ആണ് നീതുവിന്റെ ശരീരത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. ഹൗ മച്ച് മെഡിസിൻ വിൽ ഐ നീഡ് ഫോർ 1 injection? എന്നാണ് ഹിപ്പോപ്പൊട്ടാമസ് ചോദിക്കുകയാണ്, എനിക്ക് ഒരു മെഡിസിൻ എത്രയാണ്, ഒരു ഇഞ്ചക്ഷനിൽ നിന്ന് എത്ര മെഡിസിൻ ആണ് എനിക്ക്, എത്രത്തോളം മെഡിസിൻ ആണ് എനിക്ക് കയറേണ്ടത് എന്നൊക്കെ ഇഞ്ചക്ഷൻ എന്ന് ഈ ഒരു ആനുവൽ ചോദിക്കുകയാണ്. കണ്ടോ, ആ ഇഞ്ചക്ഷന്റെ ഫലം കൊണ്ടുവരുന്നത് എത്രയാണ്? 4 എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ 4 ml ആയിരിക്കും അല്ലെ. അവിടെ എഴുതിക്കുന്ന 4 ml. ഇനി ഹൗ മച്ച് ഡു വി യൂസ് അറ്റ് എ ടൈം? ഇത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചിട്ട് വേണം അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾ ഓരോ മെഡിസിൻസും ഒരു ദിവസമല്ല, ഒരു നേരം എത്ര ഉപയോഗിക്കും? ഐ ഡ്രോപ്സ്, കണ്ണിൽ ഉപയോഗിക്കുന്ന തുള്ളി മരുന്നില്ലേ, we use less than 1 ml at a time. നമ്മൾ ഒരു തുള്ളിയല്ല ഒരു സമയം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു തുള്ളി എന്ന് പറയുന്നത് 1 ml-നെക്കാട്ടിയും ചെറുതായിരിക്കും. ഇനി എന്തൊക്കെ എഴുതാൻ സാധിക്കും? നിങ്ങൾ ചുമയ്ക്ക് ഉപയോഗിക്കുന്ന കഫ് സിറപ്പ്, എനിക്ക് COUGH, കഫ് സിറപ്പ് എന്താണ്? we use 5 ml at a time. ഓക്കെ, 5 ml വരെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ അവിടെ എനിക്ക് എല്ലാവരും we use 5 ml at a time. ടീ ഓർ കോഫി, എന്താണ്? ചായ അല്ലെങ്കിൽ കോഫി. ഓക്കെ, അതും വെള്ളം പോലുള്ള സാധനമല്ലേ. അപ്പൊ നമുക്ക് ml ലിറ്ററിലോ ഒക്കെ അളക്കാൻ സാധിക്കത്തില്ലേ? അത് ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് കുടിക്കത്തില്ലേ? ആ ഒരു ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഒരു 200 ml അല്ലെങ്കിൽ 150 ml ഒക്കെ എഴുതാം. അപ്പൊ we use 200 ml at a time, അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 100 ml എഴുതിയോ കുഴപ്പമില്ല. 100 ml at a time.
നിങ്ങൾ കപ്പൊക്കെ അളന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒരു 100 ml എങ്ങാണ്ട് അല്ലെങ്കിൽ കുപ്പി എടുത്തിട്ട് ഒഴിച്ച് നോക്കുക. അല്ലെങ്കിൽ എന്താണ്, ആ ഒരു കുപ്പിയിൽ 200 ml ഒരു കുഞ്ഞ് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പിൽ വെള്ളം നിറച്ചിട്ട് ഈ കുപ്പിയിൽ ഒഴിച്ച് നോക്കുക. കുപ്പിയുടെ പകുതി വരെ ഏകദേശം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കപ്പിന്റെ അളവ് എന്തായിരിക്കും? 100 ml ആയിരിക്കും. ഒരു ദിവസം ഒരു സമയത്ത് നിങ്ങൾ 100 ml ടീയോ അല്ലെങ്കിൽ കോഫിയോ കുടിച്ചിരിക്കും. ഇനി പാരസെറ്റാമോൾ ഡ്രോപ്സ്. ഓക്കെ, നിങ്ങൾ പാരസെറ്റാമോൾ ഡ്രോപ്സ് പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്നതല്ലേ, അതെന്തായിരിക്കും? വി യൂസ് 3.5 ml. അത് കുഞ്ഞൊരു കപ്പ് കാണത്തില്ലേ, അത് 3.5 ml 5 ml ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. വി യൂസ് 3.5 ml അല്ലെങ്കിൽ 5 ml അറ്റ് എ ടൈം. നിങ്ങളുടെ ഉമ്മയോട് അളവ് ചോദിക്കുക, എന്നിട്ട് അവിടെ എഴുതുക. ഇനി ലിസ്റ്റ് തിങ്സ് വി യൂസ് മോർ ദാൻ 1 liter അറ്റ് എ ടൈം. നമ്മളിനി 1 ലിറ്ററിനെക്കാട്ടിയും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതൊക്കെ സമയത്തായിരിക്കും? വെള്ളം അല്ലെങ്കിൽ വെള്ളം 1 ലിറ്ററിനെക്കാട്ടിയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ അവസരത്തിലാണ് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. വാട്ടർ ഫോർ ടേക്കിംഗ് ബാത്ത് അല്ലെ, നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് അല്ലെ, ഒരു സമയത്ത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? 1 ലിറ്ററിനെക്കാട്ടിയും കൂടുതൽ വെള്ളമായിരിക്കത്തില്ലേ. ഇനി എന്തൊക്കെ എഴുതാൻ സാധിക്കും? വാട്ടർ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. നമ്മൾ തുണി അലക്കാൻ അല്ലെ, ഒരു പ്രാവശ്യം തുണി അലക്കുമ്പോൾ 1 ലിറ്റർ വെള്ളമാണോ? അല്ല. അപ്പൊ തുണി അലക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ടേ? അപ്പോൾ ആ സമയം ഒരൊറ്റ സമയമല്ലേ, ആ ഒരൊറ്റ സമയം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിനെക്കാട്ടിയും കൂടുതൽ വെള്ളം ഉപയോഗിക്കും. അപ്പൊ അവിടെ എഴുതിക്കുന്നത് വാട്ടർ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്. ഇനി വാട്ടർ ടു വാഷ് കിച്ചൺ യൂടെൻസിൽസ് അല്ലെ, കിച്ചൺ യൂടെൻസിൽസ്. നമ്മളെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി 1 ലിറ്റർ വെള്ളത്തിലാണ് കഴുകുന്നത്, അല്ല. കിച്ചൺ യൂടെൻസിൽസ്, KITCHEN കിച്ചൺ. ഇനി UTENSILS കിച്ചൺ യൂടെൻസിൽസ്. ഇനി എന്തൊക്കെ ഇടാം? വാട്ടർ ടു ക്ലീൻ ഫ്ലോർസ്. നമുക്ക് നമ്മുടെ തറയൊക്കെ കഴുകി വൃത്തിയാക്കാനാണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ ഒരു ദിവസം എന്തായിരിക്കും? ഒരു ദിവസം നമ്മൾ കൂടുതൽ വെള്ളം അല്ലെ, 1 ലിറ്ററിനെക്കാട്ടിയും കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സ്പെരിമെന്റ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാം. മെഷർമെന്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക. പേജ് നമ്പർ 76 പേജ് നമ്പർ 77 ഒക്കെ വർക്ക്സുകൾ മിസ് പറഞ്ഞത് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിൽ വെച്ച് ചെയ്യുക. പേജ് നമ്പർ 77 ഹൗ മച്ച് ഡു വി യൂസ് അറ്റ് എ ടൈം, ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. പേജ് നമ്പർ 76 പേജ് നമ്പർ 75 ആ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്യുക. ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഈ ടേബിൾസും ഈ ഹോംവർക്കുകളെല്ലാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ആ ചാർട്ട് പേജ് നമ്പർ 77 ആ ചാർട്ട് നിങ്ങളുടെ പാരൻസിന്റെ സഹായത്തോടു കൂടി ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.